മിനിഞ്ഞാന്ന് ഇവര് സെന്റർ ബ്ലോക്ക് ചെയ്തു. ഞങ്ങൾ വന്നു പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞത് പഞ്ചായത്തായിട്ട് ആലോചിച്ചിട്ട് ഇനി പൊളിക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ആരോടും ആലോചിക്കാതെ ഇവർ വന്ന് വീണ്ടും ബ്ലോക്ക് ചെയ്യാണ് ചെയ്തത്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ ഈ കരാറുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അവര് മേലുകാരെ തല്ലുപിടിച്ചിട്ട് പോകുള്ളൂ. അതിലൊരു സംശയം നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ഒരാളെയും പറ്റിച്ച് ആരില്ലാത്ത സമയത്ത് നിങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പൊളിക്കാൻ വരാവുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു ഉദ്യോഗസ്ഥരെ നൽകി സാർ ആ കാര്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുന്നത്. അഭിപ്രായമാണ്, അതൊരു ജാതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയോ കക്ഷിയോ ഒന്നുമില്ല. ആരായാലും പ്രസിഡന്റ് അറിയാതെ പണി നടത്തി കഴിഞ്ഞാല് നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് ഒരു പണി അത്രയും ചെയ്യാൻ പറ്റുന്ന സാർ പറയുന്നത്. എല്ലാവർക്കും ഡിലേ ആവും. സാറിന് പ്രശ്നവും ഞങ്ങൾക്ക് പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം. പറഞ്ഞ് ഒന്നും നടക്കണില്ല. ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യം നോക്കാതെയാണ് കാന പണിതത്. എവിടേക്കാ കാനടുത്ത് വെള്ളം പോണേ? അവിടെ ഇറിഗേഷന്റെ ഒരു തോടുണ്ട്, ആ തോടിന്റെ അവിടെ ഒന്ന് നിർത്തിയേക്കാം. ഒന്നും ചോദിച്ചല്ല, ആരോടെങ്കിലും ചോദിച്ചോ? സാറേ, ഒരു കാനയുടെ മുകളില് ഒരു 4 ഓട്ട ഇട്ട് കഴിഞ്ഞ് വെള്ളം മുഴുവൻ പോവോ? ഇതൊക്കെ ഈ ഡ്രൈനേജിൽ ഫുൾ പണിതെടുത്ത് ഒരു മീറ്റർ 3 മീറ്ററുള്ള 3 ഓട്ട ഇട്ടണം, കുഞ്ഞു ഓട്ട. ഈ കൂടെ വെള്ളം എവിടെ പോവാനാ? സത്യം പറയാൻ ഈ ടോൾ കമ്പനിക്ക് ടോൾ വിരിക്കാനായിട്ട് കുറച്ചുകൂടി കാലാവധി കിട്ടും. ആ കാലാവധിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിക്കൊണ്ടുന്ന പ്രപ്പോസലായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ നാട്ടില് ഒരാളുടെ അഭിപ്രായം എടുത്തിട്ടില്ല, നാട്ടിലെ ആവശ്യം പരിഗണിച്ചിട്ടില്ല. നശിപ്പിച്ച സൗകര്യങ്ങൾ തിരിച്ചു തന്നാൽ മതി എന്നൊരു സാറെന്നോട് ഞങ്ങളുടെ ഉണ്ടായിരുന്ന നശിപ്പിച്ച സൗകര്യങ്ങൾ തിരിച്ചു തരാം, അത് തിരിച്ചു തന്നാൽ മതി. നിങ്ങളായിട്ട് നശിപ്പിച്ചത് എന്റെ വീടിന്റെ പോലെ 3 മാസമായി സാർ കുഴിച്ചിട്ടേക്കുന്നു. 3 മാസം ഒരു പ്രശ്നമില്ല. എപ്പോ വേണേലും വന്നിട്ട് കാണിച്ചു. 3 മാസമായി ചെയ്ത വർക്കുകൾ കുറച്ച് ഫിനിഷ് ചെയ്യും. എന്തെങ്കിലും ചെയ്യാണ്ട് എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിങ്ങൂർ ജംഗ്ഷനിലാണ്. നമ്മൾ ഈ NHAയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മുരിങ്ങൂർ ജംഗ്ഷനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികൾ അതീവ പോക്കിരിത്തരം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. തദ്ദേശഭരണ സംവിധാനങ്ങളുടെ മുന്നിൽ വെച്ച് നൽകിയ ഉറപ്പുകളെല്ലാം തന്നെ കാറ്റിപ്പറത്തിക്കൊണ്ട് ബാലരമയിലെ കണ്ടംപൂച്ച ഇരപിടിക്കാൻ വരുന്നത് പോലെ ഒളിച്ചപ്രാന്തിയിലെ ഒളിച്ചോ കണ്ടുപിടിക്കാൻ വരുന്ന ഒളിച്ചപ്രാന്തിയെ പോലെ പമ്മി വന്ന് ഓരോ സമയത്തും ബ്ലോക്ക് ബോർഡുകളും ലൈറ്റിംഗ് സംവിധാനങ്ങളും വെച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവിടെ ആരംഭിക്കാനായിട്ടുള്ള തകൃതിയിലുള്ള ഇടപെടലുകൾ മേലുകാർ ഇന്ന് അവസാനിപ്പിച്ചു കൊടുത്തു. മേലുകാർ യഥാർത്ഥത്തിൽ ഇന്ന് മേലുകാരുടെ യഥാർത്ഥ വീര്യവും ശൂരതയും പ്രകടിപ്പിച്ചിരിക്കുന്നു. പണ്ട് 80കളിൽ കാണിച്ച അതേ ശൂരതയുടെ ഒരു 40% ഇന്നിവിടെ കാണിച്ചിട്ടുണ്ട്. തദ്ദേശഭരണ സംവിധാനങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഇനി വേഷം കെട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും എന്നുള്ള കൃത്യമായ അഡ്വൈസാണ് NHA അധികൃതർക്കും കോൺട്രാക്ടർമാർക്കും നൽകിയിരിക്കുന്നത്. അത്രയേറെ സഹികെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. പല നിർമ്മിതികളും തോന്നിയതുപോലെ പണിയഴിച്ച പല കനാലുകളും പൊളിച്ചു കളയാൻ പോകുന്നു. കനാലിക്കൂടെ വെള്ളം എവിടേക്കാണ് പോകുന്നതെന്ന് പിടിയില്ല. ഇവരുടെ വീടിന്റെ മുന്നിലേക്കല്ലല്ലോ വരണേ, വല്ലവരുടെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയോ കച്ചവടക്കാർ ദുരിതത്തിലായിരിക്കുന്നു. അവരുടെ കച്ചവടം തകർന്നു പോയി. വീടിന്റെ മുന്നിൽ ഗർത്തങ്ങൾ, കുഴികൾ എന്നിങ്ങനെ നാശമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ നിർമ്മിതി പ്രവർത്തനങ്ങൾ ഒരു വശത്തെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർക്ക് തന്നെ അറിയില്ല ഇത് എന്താ ചെയ്യണമെന്ന്. DPR പോലും ഇല്ലെന്നാണ് ഇന്ന് വൈസ് പ്രസിഡന്റിനോട് ഇതിന്റെ സൈറ്റ് അധികാരികൾ വന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മേലുകാർ ശൂരത കാണിച്ചിരിക്കുകയാണ്. വേഷം കെട്ടിനി കാണിക്കേണ്ട. NHA ആയാലും കിന്നച്ചയ ആയാലും കണ്ടംപൂച്ചയുടെ മാതിരി ഇനി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയുമെന്ന് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ 8 മണിയോടുകൂടി NHAയുടെ ബന്ധപ്പെട്ട ഇതിന്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഇതിന്റെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റാളുകളും എത്തി കൃത്യമായി തന്നെ അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാത്തടത്തോളം കാലം ഒരു നിർമ്മിതിയുമായിട്ട് നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. വന്നു കഴിഞ്ഞാൽ കൃത്യമായി മേലുകാർ ആരാണെന്നുള്ളത് കാണിച്ചു തരും എന്നുള്ള കൃത്യമായ അഡ്വൈസ് നൽകിയിരിക്കുകയാണ്. ഇവിടുത്തെ പല നിർമ്മിതികളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. ഈ എൻ്റെ പറയിൽ കാണുന്നത് ഈ മുരിങ്ങൂർ പള്ളിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അതിൻ്റെ മുന്നിലൊരു ഒരു കോടാലിപ്പൂൾ പോലൊരു സംഗതി വെച്ചിട്ടുണ്ട്. ഈ മുരിങ്ങൂർ പള്ളിയുടെ ഇപ്പുറത്ത് വശത്ത് കിടക്കുന്ന ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകും. തൊട്ടപ്പുറത്ത് സ്കൂളിലേക്ക് പോകാനുള്ള സംഭവം അത് പൊളിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട ആൾക്കാർ ചോദിക്കണം. മുരിങ്ങൂർ ഇടവക ചിന്തിക്കട്ടെ, വേറെ ഒന്നും പറയാനില്ല. ഇതുപോലെ പല സ്ഥലങ്ങളിലും ഇവിടുത്തെ തദ്ദേശഭരണ സംവിധാനങ്ങളും ഇവിടുത്തെ മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികളും നാട്ടുകാരും ഇത് കൃത്യമായി മനസ്സിലാക്കി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ സ്വാഹ. എന്തായിരുന്നാലും രാത്രിയിൽ ഇനിയും സമയം ഇഷ്ടം പോലെ ഉണ്ട്. ബാലരമേലെ കണ്ടംപൂച്ച ഇരയെ പിടിക്കാൻ വരുന്നത് പോലെ ഇനിയും ബ്ലോക്ക് ബോർഡും ലൈറ്റിംഗ് സംവിധാനവും കൊണ്ടുവന്ന് രാത്രി മാന്താൻ വേണ്ടി NH മാന്താൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേലുകാർ അവരുടെ ശൂരത വീണ്ടും കാണിക്കും. ഇവിടെ നാട്ടുകാർ ഉറക്കമൊളിച്ച് കാത്തിരിക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് മുരിങ്ങൂർ ജംഗ്ഷനിൽ നിന്നും J5 ടെസ്റ്റ്. നന്ദി, നമസ്കാരം.
കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും ഒരു 3 മണി കഴിഞ്ഞ സമയത്ത് നാഷണൽ ഹൈവേയുടെ കരാർ ഏജൻസിക്കാർ വന്ന് നമ്മുടെ ഇവിടെ ബാരിക്കേഡ്സ് എല്ലാം വെച്ച് നാഷണൽ ഹൈവേയുടെ നമ്മൾ തൃശ്ശൂർക്ക് പോകുന്ന ഭാഗം തടസ്സപ്പെടുത്തി സർവീസ് റൂട്ടിൽ കൂടെ വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു കാഴ്ച കണ്ടിട്ട് വ്യാപാരികളാണ് നമ്മളെ വിവരം അറിയിക്കുന്നത്. അതനുസരിച്ച് നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് തന്ന ഉറപ്പുകൾ ഒന്നും പാലിക്കാതെ തന്നെ അവര് നമ്മുടെ അടിപ്പാതയുടെ പണി ആരംഭിക്കാവുന്ന രീതിയിൽ പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കൃത്യമായിട്ടും നമ്മുടെ ലോക്കൽസിന് കൃത്യമായി യാത്ര ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാക്കാവുന്ന രീതിയിലും അടുത്തൊരു അടിപ്പാത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ട വാഹനങ്ങൾ തിരിച്ച് വീണ്ടും നാഷണൽ ഹൈവേയിൽ പോകാതെ അവർക്ക് ആ റോഡിൽ കൂടെ തന്നെ പോകാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അണ്ടർപാസിന് ആവശ്യമായ പണി തുടങ്ങാവൂ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് അവർ അംഗീകരിക്കുകയും ചെയ്തിരുന്നതാണ്. അപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകളും അതുപോലെ തന്നെ നമ്മുടെ ഏജൻസിയുടെ ആളുകളും കൃത്യമായിട്ട് അത് അംഗീകരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് ഒരു 3 മണി കഴിഞ്ഞപ്പോൾ അവർ ഇവിടെ ഇത് ക്ലോസ് ചെയ്ത് ഇവിടെ വൈകുന്നേരം പണി നടത്താൻ ആവശ്യമായ രീതിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന കാഴ്ച കണ്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രദേശത്തെ ആളുകൾക്ക് വലിയൊരു ആശങ്ക കാര്യത്തിലുണ്ട്. കാരണം 1.5 മാസത്തിലധികമായി കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമ്മളുടെ കാനകളുടെ പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ട് വാടക വെറുതെ കൊടുക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കച്ചവടക്കാരെല്ലാം നിൽക്കുന്നത്. അപ്പം കാൽനട യാത്രക്കാരടക്കമുള്ള നമ്മുടെ സ്കൂളിലേക്കും NF സ്കൂളിലേക്കും പള്ളിയിലേക്കും അമ്പലത്തിലേക്കും ഒക്കെ പോകുന്നവർ ഒരു 2.5 മാസത്തോളം കാലമായി നമ്മൾ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഈ സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അടിപ്പാതയുമായി ബന്ധപ്പെട്ട് ഇവിടെ റോഡ് പൊളിക്കുന്ന പണി ആരംഭിക്കാവൂ എന്ന് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ ഏജൻസിയുമായിട്ടൊരു തർക്കമല്ല, പക്ഷേ ഇതല്ലാതെ നമുക്ക് ഈ പ്രദേശവാസികൾക്ക് നാഷണൽ ഹൈവേ ആക്സസ് ചെയ്യൽ എളുപ്പമാവില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ആവശ്യപ്പെട്ടിരുന്നത്. ആ ആവശ്യം അവർ അംഗീകരിക്കുകയും പക്ഷേ ഇപ്പോഴത് പാലിക്കാതെ പണി നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നമ്മൾ വന്ന് വീണ്ടും അവരെ കണ്ട് സംസാരിച്ച് വീണ്ടും വാഹനങ്ങൾ കടത്തിവിടുന്ന നിലയിലേക്ക് ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. NH അധികൃതരുടെ അനാസ്ഥ എന്ന് തന്നെ പറയാം. ഇന്ന് ഒരു സുപ്രഭാതത്തിൽ വൈകിട്ട് 4 മണിയോടുകൂടി വീണ്ടും NH കഴിഞ്ഞ ദിവസത്തെ പോലെ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അതൊന്നും കണക്കി വെക്കാതെ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും NH അടച്ചു ചെയ്ത് JCB ഇപ്പോൾ 4 മണിക്ക് ശേഷം 5 മണിയോടുകൂടിയാണ് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ വന്നു. പഞ്ചായത്ത് ഡിവിഷനിൽ വന്നു അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവർ വീണ്ടും എടുത്തു വരും. ഇത് എന്തോ നമ്മളെ ഏതാണ്ട് പൊതുജനങ്ങളെ ഏതാണ്ട് കഴുതകളാക്കുന്ന തരത്തിൽ തന്നെ വീണ്ടും NH അധികാരികളുടെ ഒരു തരം മനോഭാവമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ നടക്കുന്ന വർക്കിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ എങ്ങനെ അറിയാം? അതിന്റെ DPRന്റെ കോപ്പി ചോദിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ഈ നേരം വരെ അല്ല പറയട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. ഈ നേരം വരെ DPRന്റെ കോപ്പി തന്നല്ലേ? വിവരാവകാശം വെച്ചിട്ടുണ്ട്. ഒരാഴ്ച വിവരാവകാശം വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആവശ്യം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ പറയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയോട് രേഖാമൂലം ഇത് ചോദിച്ചിട്ട് ആ സാധനം തരാൻ നിങ്ങൾക്ക് ഇതുവരെ തന്നില്ല. അല്ലെ, ഇവിടെ ഒരു ക്രോസ് ചെയ്തൊരു കനാല് പോണില്ലേ, ആ കനാലിലേക്ക് ഇവിടുന്ന് റെയിൻ വാട്ടർ നമ്മൾ ചാടിക്കാൻ പറ്റില്ല. അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളം ഇപ്പൊ നമ്മുടെ അപ്പുറത്തുനിന്ന് വരുന്ന വെള്ളത്തിന് ഏത് ഔട്ട്ലെറ്റിലേക്ക് വിടും? ഞങ്ങള് ഒരു 400 മീറ്റർ ഒരു മാസം മുമ്പ് പണിത കാനല്ല പൊളിച്ചളയാ. ഈ സർവീസ് റോഡിന്റെ 2 സൈഡിന് വർക്കുകൾ പൂർത്തിയായിട്ട് നമുക്ക് ഇവിടെ സെന്റർ ഈ അണ്ടർപാസിന്റെ പണി തുടങ്ങാനായിട്ട് കഴിയും. 2 കാര്യം ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് നിങ്ങൾക്ക് അറിയാം, മറ്റിപ്പോ ആമ്പല്ലൂര് ഇപ്പൊ നിങ്ങൾ പണി തുടങ്ങി അത് ഒരു വിഷയം വന്ന് നിർത്തിവെച്ചേക്കാണ് നിങ്ങൾക്ക് അറിയാലോ. അവിടെ സർവീസ് റോഡ് ആവശ്യത്തിനധികം വീതിയുണ്ട്. നമുക്ക് 2 വരികളൊക്കെ വണ്ടി പോകാനുള്ള സൗകര്യം നിങ്ങൾ ഇവിടെ നോക്കി. ഈ സെന്ററിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടിരിക്കുന്നത് ഇപ്പൊ പണിയാൻ വേണ്ടി ഇപ്പോ നമ്മൾ സർവീസ് റോഡിൽ കൂടെ വണ്ടി തിരിച്ചു വിട്ടല്ലോ. നേരത്തെ ഇവരൊക്കെ പറഞ്ഞു ഒരു വണ്ടി ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ആ ഡിവൈഡർ നിങ്ങൾ വെച്ചാൽ ഡിവൈഡറിന് തട്ടും. അത്രയ്ക്ക് ഗ്യാപ്പാണ് അവിടെ ഉള്ളൂ. ഈ 3 വരി 2 വരി കൂടെ വരുന്ന വണ്ടികൾ മുഴുവനും കയറി പോകേണ്ട ഒരു സ്ഥലമാണത്. അല്ല, ഞങ്ങളൊന്നും പറഞ്ഞോട്ടെ. ഇനി നേരത്തെ ഇവര് പറഞ്ഞു വന്നിട്ട് ഒരു ബസ് അവിടെ നിർത്തി കഴിഞ്ഞാൽ ആ ബസ് പോകുന്നവരെ വണ്ടി മുഴുവൻ അവിടെ നിൽക്കണം. അതിനുള്ള സൗകര്യം അവിടെ ഇല്ല. നമ്മൾ ഓടി വന്ന് ഈ സാധനം പൊളിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ നമ്മൾ ഈ പോകുന്ന ഞങ്ങൾ തൃശ്ശൂർ പോകുമ്പോൾ എല്ലാ ദിവസവും കാണുന്നതാണ് ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന ബ്ലോക്ക്. അത് ഇവിടെ ആവർത്തിക്കാൻ പോവാണ് ഈ പറയുന്ന ബ്ലോക്ക്. ഇവിടെ ഒരു വണ്ടി ഒരു 2 സെക്കൻഡ് നിന്നാൽ അങ്ങ് കൊരട്ടി വരെയാണ് വണ്ടി ബ്ലോക്ക് ആവണേന്ന്. അതിന്റെ ഇടയിൽ കൂടെയാണ് മേലൂരിത്ത് വരുന്ന ഒരു വണ്ടി കയറി ഇതിലെ ഇങ്ങോട്ട് പോരേണ്ടത്. അപ്പൊ ഈ 2 സർവീസ് റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ കുറെ വാഹനങ്ങൾക്ക് ഇതിലെ നേരെ അങ്ങോട്ട് പോകാം. ആ സർവീസ് റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ ചാലക്കുടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മേലൂർക്ക് പോകാനായിട്ട് ഒരു പ്രശ്നമില്ല. ഈ ബ്ലോക്കിന്റെ ഉള്ളിൽ കൂടെ കയറേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്
ഈ 2 സർവീസ് റോഡ് പൂർത്തിയാവാതെ നമുക്കിത് പൊളിക്കാൻ കഴിയില്ല. അതല്ലാതെ നിങ്ങൾ പൊളിക്കണെ കൊണ്ട് ഞങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് ഞങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല. ഈ റോഡിൽ കൂടെ പോകുന്ന മുഴുവൻ ആളുകളെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് ഒരു ആംബുലൻസ് പോയി കടന്നു പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, ഒരു മനുഷ്യജീവനടക്കം അത് വില നമ്മൾ കൊടുത്തേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇതിലിനി വേറൊരു കോംപ്രമൈസ് ഇല്ല. നാട്ടിലെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇത് പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കുള്ളൂ. അതല്ലാതെ വേറെ കോംപ്രമൈസിന് പോകാൻ പറ്റില്ല. 100 ആളുടെ അഭിപ്രായം എടുത്താൽ 100 ആൾക്ക് ഒരേ അഭിപ്രായമാണ്. നിങ്ങൾ അതിനെ മാനിച്ച് ഇതേപോലത്തെ യൂട്ടിലിറ്റി അതോറിറ്റിയുടെ ബാക്കി എസ്റ്റിമേറ്റുകളും ബാക്കി കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇതിനെന്തേ ചെയ്യുമായിരുന്നു. യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആദ്യം നടത്തിയിട്ട് വേണം നിങ്ങൾ പൊളിക്കാൻ. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല. 2 സർവീസ് റോഡും കാനയുടെ പണി ഒരു ദിവസം കൊണ്ടാണ് 2 ഈ സർവീസ് റോഡ് ഇത്ര കിടക്കുന്നത്. ഇതൊന്നും നോക്കുന്നത് എന്റെ വീടാണ്. സാറ് പറഞ്ഞിട്ട് പോസ്റ്റിന്റെ പ്രശ്നമാണ്. ആ ചേട്ടന്റെ വീട്ടില് ഫ്രണ്ട് കിടന്നിട്ട് എത്ര നാളായി? എന്ത് പ്രശ്നമാണ് കാനതുപോലെ തന്നെ എന്തിനായി അതിന് പറയുന്നത്? അപ്പൊ ഞങ്ങള് വെറും വിട്ടികളാണെന്നുള്ള തോന്നല്. ഞങ്ങളൊക്കെ എങ്ങനെ തുടങ്ങാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് ഒന്നും പഠിക്കണ്ട. ഒരു കോമൺ സെൻസ് ഉണ്ടായി നമുക്ക് മനസ്സിലാക്കാം. ഈ സാധനം 3 മാസമായിട്ട് കടച്ചിട്ടില്ല. അവരൊക്കെ തെരുവിലേക്ക് ഇറക്കരുത്. ഞങ്ങളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ ഒരു മെസ്സേജ് ഇട്ട് ഞാൻ കടക്കാർ കംപ്ലീറ്റ് വരും, അവര് വീട്ടുകാർ വരാം. അപ്പൊ അതേവരെല്ലാവരും വരും. അറിയില്ല, ഞങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനി ചെയ്യുമെങ്കിലും അത് മര്യാദയ്ക്ക് ചെയ്യണം, ഞങ്ങളെ ദ്രോഹിക്കാതെ ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവും. അത്ര ഞങ്ങളുടെ ഇവരോട് നിങ്ങൾ നിർദ്ദേശം കൊടുത്തു. പ്രസിഡന്റിനെ വിളിക്കാം. അല്ല എങ്ങനെ വിളിക്കാന്ന് പ്രസിഡന്റ് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. ഈ കാര്യം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരാവൂട്ടോ. ഞങ്ങൾക്ക് പൊളിക്കാൻ നിൽക്കരുത്. സർവീസ് റോഡ് പണി കഴിയാതെ പൊളിക്കരുത്. ഞങ്ങളിപ്പോ മാന്യമായി അപേക്ഷിക്കാണ്. ഈ അപേക്ഷ എന്നുള്ള വാക്ക് മാറ്റോട്ടോ. ഉള്ള കാര്യം പറഞ്ഞു.